വർഷ ഗർഭിണിയാണെന്നുള്ള സത്യം വർഷ ഡോക്ടറിൽ നിന്ന് മറിഞ്ഞിട്ടും അത് ചന്ദ്രോദയത്തിൽ പറയാതെ മറച്ചു വെച്ചിരിക്കുകയാണ് വർഷ. കാരണം വർഷ ഡബ് ചെയ്യുന്ന സമയത്തുള്ള പ്രസവവേദനയുടെ ആ ഒരു കാഠിന്യം ഡയറക്റ്റ് കാണുന്ന വർഷയ്ക്ക് അത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിൽ അത്രയും പേടിച്ചിട്ടാണ് വർഷ ഇരിക്കുന്നത്. അതുകൊണ്ട് ഗർഭിണിയാന്നുള്ള സത്യം വീട്ടുകാരിൽ നിന്ന് മറച്ചു വെക്കണം. സ്വന്തം ഭർത്താവിൽ നിന്ന് പോലും, ശ്രീകാന്തിൽ നിന്ന് പോലും വർഷ ഗർഭിണിയാണെന്നുള്ള സത്യം മറച്ചു വെക്കാണ്. അപ്പോൾ കൂട്ടുകാർ, എന്നാൽ അങ്ങനെ ഒരു ത്രില്ലിംഗ് എപ്പിസോഡാണ്. പിന്നത്തെ ചെമ്മനീർപ്പൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ശ്രുതി ചന്ദ്രമതിയുടെ കൂട്ടുകാരി ബാമാൻറ്റിയോടെ എല്ലാ വിവരങ്ങളും അപ്പപ്പോൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബാമാൻറ്റി അറിയിച്ചതിന് പ്രകാരം ഡിവോഴ്സിന് ചന്ദ്രമതി ഒരുങ്ങുന്ന കാര്യമൊക്കെ ശ്രുതി അറിഞ്ഞു. ശ്രുതി ഇതൊക്കെ അറിഞ്ഞിട്ട് ബാമാൻറ്റിയുടെ വീട്ടിൽ പോണ സമയത്താണ് പെട്ടെന്ന് ചന്ദ്രമതി ശ്രുതിയെയും തമ്മിൽ തിരിപ്പിക്കാൻ, അതായത് അവരെ തമ്മിൽ പിരിപ്പിക്കാൻ ഒരു സ്വാമിയെ കാണുന്ന സ്വാമിയുടെ അടുത്ത് പോയിട്ടൊരു ചരട് ഊതി കെട്ടിയാൽ ശ്രുതിയും തമ്മിലുള്ള ബന്ധം എത്രയും പെട്ടെന്ന് വേർപിരിയുമെന്ന് അറിഞ്ഞിട്ട് ബാമയും കൂട്ടി പോകാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ചന്ദ്രമതി ബാമയെ കൂട്ടി പോകാൻ വേണ്ടി വരുന്ന സമയത്ത് ശ്രുതി അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ശ്രുതി ചന്ദ്രമതിയെ കാണുമ്പോൾ ഒളിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവർ സംസാരിക്കുന്നത് മുഴുവൻ ശ്രുതി കേൾക്കുകയാണ്. അപ്പോൾ അതിൽ പറയേണ്ടത്, എന്തായാലും ഈ ജമ്മ ഞാൻ അവർ ഒരുമിച്ച് കൂടെ അവരെ പിരിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. അതിനൊരു സ്വാമി ഉണ്ട്. ആ സ്വാമിയുടെ അടുത്ത് പോയിട്ട് വിവരം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്നേഹമുള്ള ഭാര്യയും ഭർത്താവാണെങ്കിലും തമ്മിൽ പിരിയും. ഞാനൊന്ന് അദ്ദേഹത്തെ കാണാൻ പോവാണെന്നൊക്കെ പറയണം. അപ്പം ബാമ പറയണേ ശരി നീ പൊക്കോ എന്ന് പറയണം. അപ്പം ബാമ അങ്ങനെ വിചാരിക്കണം, ഈശ്വര അകത്ത് റൂമിലിരുന്ന് ശ്രുതി ഇത് മുഴുവൻ കേൾക്കണുണ്ടാവുമല്ലോ. എന്തായാലും ചന്ദ്രൻ നീ പോയിട്ട് പറയുമ്പോൾ ഞാൻ മാത്രമല്ല നീയും വരണം എന്ന് പറയണം. അപ്പം ബാമ ആകെ പെട്ടു. കാരണം വീടിൻ്റെ ഉള്ളിൽ ശ്രുതി നിൽക്കണം. ബാമ പറയണ്ടേ ഞാനില്ലേ നീ പോയാൽ മതി പറയാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ കൂടെ വന്നേ പറ്റൂ എന്ന് പറയാണ് ചന്ദ്രമതി. അങ്ങനെ ബാമേനെയും കൂട്ടി. അപ്പോൾ ബാമ പറയും ഞാൻ ഈ സാരി ഒന്ന് മാറിയിട്ട് വരാമെന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയണേ നീ ഒരു സാരി മാറണ്ട ഇങ്ങോട്ട് വന്നോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ബാമയുടെ കൈയും പിടിച്ച് വലിച്ചു പോകണം. അപ്പം ഞാൻ ഈ വാതിലൊന്ന് പൂട്ടട്ടെ എന്ന് പറയണം. ആ ശരി വാതിൽ പൂട്ടുക പറഞ്ഞിട്ട് അങ്ങനെ വാതിൽ പൂട്ടി ചന്ദ്രമതി ബാമയും കൂടിയിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ശ്രുതി വീടിൻ്റെ ഉള്ളിൽ പെടുകയാണ്. ദൈവമേ ഞാൻ പെട്ടല്ലോ, ആൻറ്റി പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ആൻറ്റി വരണവരെ ഞാൻ ഇവിടെ നിൽക്കേണ്ടി വരുമോ, എന്തായാലും അടുക്കളയുടെ വശത്തെ ഡോറ് ഉള്ളെന്നല്ലേ അടയ്ക്കാൻ നോക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ പോകുമ്പോൾ അടുക്കളയുടെ അവിടുത്തെ ഡോറും പുറത്തുനിന്ന് പൊട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ശ്രുതിക്ക് അത് തുറക്കാൻ പറ്റില്ല. അപ്പോൾ ശ്രുതി ഇങ്ങനെ വിചാരിക്കുകയാണ്, ഈശ്വരായ ആൻറ്റി ശരിക്കും എന്നെ ശ്രുതിയും തമ്മിൽ തെറ്റിക്കാനുള്ള പ്ലാനിങ്ങിൽ തന്നെയാണ് ഇരിക്കണത് അല്ലേ. ശ്രുതിക്കാണെങ്കിൽ എന്നോടുള്ള ദേഷ്യം മാറിയിട്ടുള്ള ഈ നിലയ്ക്കാണെങ്കിൽ ഞങ്ങൾ രണ്ട് വഴിക്കാവുന്ന ഉറപ്പാണ്. എന്ത് ചെയ്തു ഇത് തടങ്ങിയേ പറ്റുമെന്ന് വിചാരിക്കുകയാണ് ശ്രുതി. അങ്ങനെ ബാമയുടെ വീട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. ബാമയും ചന്ദ്രമതിയും കൂടിയിട്ടാണെങ്കിൽ സ്വാമീനെ കാണാൻ പോയിരിക്കുകയാണ്. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. രേവതി ഉണ്ട്, സച്ചി ഉണ്ട്, വർഷയുണ്ട്, ശ്രീകാന്ത് ഉണ്ട്, രവീന്ദ്രൻ ഉണ്ട്. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് സമയത്ത് പെട്ടെന്ന് വർഷ അവിടെ നിന്ന് എഴുന്നേറ്റ് ഛർദ്ദിക്കാൻ വേണ്ടി പോവാണ്. ഛർദ്ദിക്കാൻ വേണ്ടി പോണ സമയത്ത് എന്ത് പറ്റി വർഷ വയ്ക്കുമ്പോൾ അറിയില്ല, എനിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് വയ്യാൻ മറ്റേ വർഷ ഓടിപ്പോയി ഛർദ്ദിക്കുകയാണ്. ഇത് കാണുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിക്കുകയാണ്, ദൈവമേ ഇവിടെ ഇന്നലെ പറഞ്ഞോളൂ ഗർഭിണിയാവാൻ പറ്റില്ല എന്ന്, ഇവളെങ്ങാനും ഗർഭിണിയാണോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചത് ശ്രീകാന്ത് പുറം ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോവാണ്. വർഷ എഴുന്നേറ്റ് ഛർദ്ദിക്കാൻ വേണ്ടി ഓടുന്നതാണ്. രേവതി വിചാരിക്കണം, ഈശ്വര വർഷ പ്രഗ്നന്റ് ആണോ എന്നിങ്ങനെ രേവതി വിചാരിക്കാണ്. എന്നിട്ട് വർഷ പോയി വാഷ് ബേസിനിൽ പോയി ഛർദ്ദിച്ചു. ശ്രീകാന്ത് പുറം കുഴിഞ്ഞു കൊടുത്തു. തിരിച്ചു വന്നിരിക്കുന്ന സമയത്ത് വർഷയോട് ചോദിക്കും, എന്ത് പറ്റി മോളെ ചോദിക്കുമ്പോൾ, അറിയില്ല അങ്കിൾ, ഞാൻ ഇന്നലെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് പറ്റാണ്ട് തോന്നുന്നുണ്ട്, ഇന്നലെ ഞാൻ 2 പ്രാവശ്യം ഛർദ്ദിച്ചു എന്ന് പറയണം. അപ്പോൾ രേവതി പറയണം, ചിലപ്പോൾ പുറത്തെ ഫുഡ് പറ്റാഞ്ഞിട്ടാവും എന്ന് പറയണം. മോള് ഭക്ഷണം കഴിക്കി വരുമ്പോൾ വേണ്ട ഫുഡ് പോയ്സൺ ആവും അങ്കിൾ എന്ന് പറയണം. അപ്പോൾ ശ്രീകാന്തിനോട് പറയണം, രവീന്ദ്ര മോനെ നീ അവളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പറയുമ്പോൾ അതൊന്നും സാരില്ല അങ്കിൾ പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇപ്പോഴത്തെ ഫുഡ് പോയ്സൺ ഒന്നും വെച്ചിരിക്കാൻ പറ്റില്ല. ശ്രീകാന്ത് നീ വർഷേനെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകാൻ പറയണം. അപ്പോൾ ശരി അച്ഛാ ഞാൻ പോകാൻ പറയുമ്പോൾ അല്ല ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറയണം. രേവതി വേണ്ട വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രീകാന്ത് വർഷേനെയും കൂട്ടി ഡോക്ടറെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ രേവതി പറയണം, അല്ല അച്ഛാ ഞാൻ വർഷ ഛർദ്ദിക്കണുണ്ടപ്പോൾ ഞാൻ വേറെ വിചാരിച്ച് പറയുമ്പോൾ രവീന്ദ്രൻ ചിരിച്ചിട്ട് പറയും, അതൊക്കെ അവർ കുട്ടികളല്ലേ, അവർക്കൊന്നും അതിനുള്ള പക്വതയായിട്ടില്ലേ, അതൊക്കെ അവർ അതിൻ്റേതൊക്കെ ആയിട്ടുള്ള പ്ലാനിങ്ങിലായിരിക്കും എന്നൊക്കെ പറയണം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സച്ചി ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് വർഷേനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയേക്കാണ്. ഈ സമയത്ത് ചന്ദ്രമതിയും ബാമയും കൂടി സ്വാമിയുടെ അവിടെ ഓട്ടോയിൽ വന്ന് ഇറങ്ങാണ്. ഓട്ടോയിൽ വന്ന് ഇറങ്ങിയിട്ട് ചന്ദ്രമതി അതിന് ഇറങ്ങുന്ന സമയത്ത് ബാമ പറയണേ, ചന്ദ്രൻ നീ പൊക്കോ, എനിക്ക് അർജൻറ്റായിട്ട് വീട്ടിൽ പോകണം എന്ന് പറയുമ്പോൾ, എന്താ നിനക്ക് എന്താ ബാത്റൂം പോകാൻ തോന്നുന്നുണ്ടോ, എനിക്ക് ബാത്റൂമിലൊന്നും പോകാൻ തോന്നുന്നില്ല. പക്ഷേ അപ്പോൾ ചന്ദ്രയുടെ മനസ്സിൽ മുഴുവൻ എന്താണെന്ന് വെച്ചാൽ ബാമയുടെ മനസ്സിൽ മുഴുവൻ എന്താണെന്ന് വെച്ചാൽ ശ്രുതി എങ്ങാനും ഇവർ പറയണത് മുഴുവൻ ശ്രുതി ഒളിച്ചെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രുതി എങ്ങാനും അതിൻ്റെ ഉള്ളിൽ കെട്ടിത്തൂങ്ങി ചാവുമോ എന്നുള്ള പേടിയാണ് ബാമയുടെ മനസ്സിൽ മുഴുവൻ. അപ്പോൾ പറയും, എന്താ മാമേ നിനക്ക് ടോയ്ലറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നീ വീട്ടിലൊന്നും പോകണ്ട, ഇവിടെ തന്നെ പോവുക, ഇവിടെ ടോയ്ലറ്റ് ഉണ്ടാവും, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് ഓട്ടോക്കാരനോട് പറയണോ, ഓട്ടോ പൊക്കോ എന്ന് പറയുകയാണ്. അങ്ങനെ ഓട്ടോ പറഞ്ഞു വിട്ടിട്ട് ചന്ദ്രമതി ബാമയുടെ കയ്യും പിടിച്ച് സ്വാമിജിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ സ്വാമിജിയുടെ അടുത്ത് വരുമ്പോൾ സ്വാമിജി ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി ബാമയോട് ചോദിക്കുകയാണ്, അല്ല ഇദ്ദേഹം എന്തിനാ ഇങ്ങനെ ഇരുന്നുറങ്ങണം, ഇദ്ദേഹത്തിന് എവിടെയെങ്കിലും കിടന്നുറങ്ങിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാമ പറയും, ചന്ദ്രൻ മിണ്ടാതിരിക്കുക, ആൾ ഉറങ്ങല്ല, ആൾ കണ്ണടച്ച് ധ്യാനത്തിലിരിക്കുകയാണെന്ന് പറയണം. അങ്ങനെ സ്വാമി കണ്ണുറന്ന് നോക്കുമ്പോൾ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ പറയണം, എൻ്റെ മോനാണ് പ്രശ്നം,
പ്രശ്നം, എൻ്റെ മോൻ്റെ ലൈഫാണ് പറഞ്ഞിട്ട് ചന്ദ്രമതി കള്ളക്കരച്ചിൽ അഭിനയിക്കണം. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ എൻ്റെ മോനിങ്ങനെ ഒരുത്തിയെ കല്യാണം കഴിച്ചു, അവളിങ്ങനെ നോണ പറഞ്ഞു, എനിക്ക് ഇനിയിപ്പോൾ അവർ തമ്മിൽ പിരിപ്പിക്കണം, എങ്ങനെയെങ്കിലും അവനെ വേറൊരു പെൺകുട്ടീനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഞെരിപിരി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാമയ്ക്ക് നല്ല പേടി. എന്താണെന്ന് വെച്ചാൽ ശ്രുതി എങ്ങാനും ബാമയുടെ വീട്ടിലെങ്ങാനും എന്തെങ്കിലും പണി ഒപ്പിക്കുകയോ പിന്നെ എങ്ങനെ ബാമ അവിടെ ജീവിക്കും എന്നൊക്കെയാണ് ബാമയുടെ ടെൻഷൻ മുഴുവൻ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സ്വാമി പറയുന്നത് ശരിയാണ്, ഇതിനുള്ള മാർഗം ഞാൻ ശരിയാക്കി തരാം, എൻ്റെ അടുത്ത് വരുന്ന ഭൂരിഭാഗം ആളുകൾ ഈ കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്, ഇത് ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാമി അങ്ങനെ ഒരു ചരട് എടുത്തിട്ട് ഒരു ഏലസൊക്കെ ജപിച്ചിട്ട് ഒരു ചരടെടുത്ത് ചന്ദ്രമതിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, ഈ ഏലസ് അവൻ്റെ കൈയിൻ്റെ മുട്ടിന് മുകളിലേക്ക്, അതായത് ആരും പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത രീതിയിൽ, ആരും പെട്ടെന്ന് നോക്കിയാൽ കാണരുത് അങ്ങനത്തെ രീതിയിൽ കെട്ടി കൊടുക്കാൻ പറയണം, മുട്ടിൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് കെട്ടി കൊടുക്കാൻ പറയണം. അപ്പോൾ ചന്ദ്രൻ ശരി സ്വാമി, ഇത് കെട്ടണം നിമിഷം മുതൽ സ്വന്തം ഭാര്യയെ വെറുപ്പായി തുടങ്ങുന്നു പറയണ. ആ ശരി സ്വാമി അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അത് മേടിക്കുമ്പോൾ പറയണ, എന്നാൽ ശരി സ്വാമി നന്ദി ഉണ്ട് പറയുമ്പോൾ നന്ദി മാത്രം പോരാന്ന് പറയണ, ദക്ഷിണ അല്ലെ ഇപ്പം തരാ സ്വാമി പറഞ്ഞ് ദക്ഷിണ വയ്ക്കുകയാണ്. അപ്പം ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുകയാണ് ബാമ. അപ്പോൾ ബാമയോട് ചോദിക്കണം, സ്വാമി എന്താ നിങ്ങളുടെ മുഖത്തൊരു സന്തോഷക്കുറവുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തോ ഒരു മനസ്സമാധാനിക്കേണ്ടുണ്ടല്ലോ, അതിനുള്ള വല്ല ചരടും വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടി വരും സ്വാമി, ഇപ്പോൾ വേണ്ട, ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറയണം. അങ്ങനെ ബാമയും ചന്ദ്രമതിയും കൂടി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ബാമ പറയണം, ചന്ദ്രൻ എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം, എനിക്ക് ഗസ്റ്റുകൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് പോകണം, നീ എത്രയും പെട്ടെന്നൊരു ഓട്ടോ എനിക്ക് ബുക്ക് ചെയ്തതായിട്ട് പറയണം. അപ്പോൾ ചന്ദ്രമതി ശരി പറഞ്ഞിട്ട് ഓട്ടോ വിളിക്കുന്ന സമയത്ത് ബാമ ശ്രുതിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ പറഞ്ഞാൽ ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ശ്രുതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ ബാമ വിചാരിക്കാൻ, ദൈവമേ ശ്രുതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, അവൾ ഇനി എന്തെങ്കിലും ചെയ്തോ എന്നിങ്ങനെ ചോദിച്ചിട്ട് ആകെ ടെൻഷനായിട്ട് മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് ബാമ. ഈ സമയത്ത് വർഷയും ശ്രീകാന്തും കൂടി ഡോക്ടറെ കാണാൻ ഹോസ്പിറ്റലിൽ ഇരിക്കണം. അപ്പോൾ വർഷ പറയണ്ട, എന്തിനാ നമ്മളെ ഇത്ര ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ജോലി ഉള്ളതാണെന്ന് ഡോക്ടർക്ക് അറിയില്ലേ, ഒന്നാമതൊരു ഛർദിയായിട്ട് വന്നതിന് എന്തിനാ എന്നെ കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റും ഒക്കെ ചെയ്യിപ്പിക്കണം, പരമാവധി വരേണ്ട കസ്റ്റമേഴ്സിനെ പിരിയുക അല്ലാണ്ട് വേറെന്താ ഇവരുടെ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ പറയാണ് വർഷ. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, നോക്കട്ടെ വർഷ, അവർക്ക് എന്താ അസുഖം എന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടില്ലേ നമുക്ക് വെയിറ്റ് ചെയ്യാന്ന് പറയണം. അപ്പം നേഴ്സ് വന്നിട്ട് പറയണം, യൂറിനും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ ഉവ്വ പറയുമ്പോൾ എന്നാൽ വരും ഡോക്ടറെ അടുത്ത് റിസൾട്ട് കാണിക്കുക, ഒരാൾ മാത്രം വന്നാൽ മതി പറഞ്ഞിട്ട് വർഷേനെയും കൂട്ടിയിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ശ്രീകാന്തിനോട് വർഷ വേണം, ശ്രീകാന്ത് നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡോക്ടറുടെ ക്യാബിനിലേക്ക് പോവാണ്. ടെസ്റ്റ് റിസൾട്ട് മുഴുവൻ നോക്കി ഡോക്ടർ ചിരിക്കുകയാണ്. അപ്പോൾ വർഷ ചോദിച്ചു, എന്താ ഡോക്ടറെ ആക്കുമ്പോൾ, അല്ല എനിക്ക് ആദ്യം തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു, പക്ഷേ ഞാനതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂറിനും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്, ഒരു ഗുഡ് ന്യൂസാണ് പറയും. ഗുഡ് ന്യൂസോ, എന്താ ഗുഡ് ന്യൂസ് ചോദിക്കുമ്പോൾ നേഴ്സിനോട് പറയാതെ ഈ കുട്ടിയുടെ ഹസ്ബൻഡിനെയും കൂടി വിളിക്കൂ, രണ്ടാളും കൂടി കേൾക്കേണ്ടതാ പറയുമ്പോൾ വർഷ പറയും, അത് വേണ്ട ഹസ്ബൻഡിനെ വിളിക്കാൻ പറ്റും, ആദ്യം പറ എന്താ ഗുഡ് ന്യൂസ് ഞാൻ അറിയട്ടെ പറയണം. അപ്പോൾ ഡോക്ടർ പറയും, ഇടി വെട്ടണ പോലെയാണ് ആ വാർത്ത വർഷ കേൾക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറയണ, നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് പറയണേ, ഞാനോ പ്രഗ്നൻ്റോ എന്ന് ചോദിച്ചു. വർഷ ആകെ ഇടി വെട്ടിയ പോലെ അങ്ങനെ ആകെ സ്തബ്ധമായിട്ടിരിക്കണം. അതെ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ്, കൺഗ്രാജുലേഷൻ എന്ന് പറയും. അപ്പോൾ വർഷയ്ക്ക് ഇങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയാത്ത ഭാഗത്തിൽ വർഷം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയണം, എന്താടോ ഇത് കേട്ടിട്ട് മനസ്സിൽ സന്തോഷമാണല്ലോ മുഖത്ത് വരേണ്ടത്, താൻ എന്താ ആകെ അന്ത വിട്ട പോലെ ഇരിക്കുന്ന വയ്ക്കുമ്പോൾ, ഒന്നുമില്ല ഡോക്ടർ, എനിക്ക് സന്തോഷമേ ഡോക്ടർ, അത് പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ആകെ സർപ്രൈസ് ആയി പോയത് ഡോക്ടർ, എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഡോക്ടർ, ഞാൻ സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നു ഡോക്ടർ പറയണം. അപ്പോൾ ശരി എന്ന് അദ്ദേഹത്തിന് ഹസ്ബൻഡിനെ വിളിക്കുക പറയുമ്പോൾ, വേണ്ട ഡോക്ടർ ശ്രീകാന്തിനെ വിളിക്കേണ്ട, ഞാനേ അതൊരു സർപ്രൈസ് ആയിട്ട് അവനോട് പറഞ്ഞാൽ അവനെ വിളിക്കേണ്ട എന്ന് പറയാണ് വർഷ. എന്നിട്ട് അത് ശ്രീകാന്തിനോട് പറയാൻ വർഷ സമ്മതിക്കുന്നില്ല. അങ്ങനെ ശരി ഓക്കെ, ഞാൻ മരുന്നൊന്നും എഴുതിയിട്ടില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങനെ വർഷേനെ അവിടെ നിന്ന് വിടുകയാണ്. ആ ശരി ഡോക്ടർ, ഞാൻ കണ്ടോളാം ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് വർഷയുടെ മനസ്സിൽ മുഴുവൻ ഡബ് ചെയ്യുന്ന സമയത്ത് കണ്ട വീഡിയോയുടെ രംഗങ്ങളാണ്, പ്രസവവേദന എടുത്ത് പൊളയുന്ന സ്ത്രീയുടെ കരച്ചിലാണ് വർഷയുടെ മനസ്സിൽ മുഴുവൻ. എന്നിട്ട് വർഷം അങ്ങനെ വിചാരിക്കാണ്, കള്ളൻ പണി പറ്റിച്ചു, അവൻ എന്നെ വഞ്ചിച്ചു എന്നൊക്കെ അങ്ങനെ ശ്രീകാന്തിനെ പറ്റിയിട്ട് വർഷം അങ്ങനെ വിചാരിക്കണം. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രീകാന്ത് ചോദിക്കും, എന്താ വർഷം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല പറഞ്ഞിട്ട് വർഷം അങ്ങനെ അവിടെ വന്നിരിക്കുകയാണ്. ഇരുന്നിട്ട് പെട്ടെന്ന് വർഷം ആ വീഡിയോ ഭാഗങ്ങൾ ആലോചിക്കുമ്പോൾ വർഷം അയ്യോ അമ്മയെ പറഞ്ഞിട്ട് ഉറക്കെ കരയണം. അപ്പോൾ ശ്രീകാന്ത്, എന്താ വർഷം എന്താ പറ്റി നിനക്ക്, എന്താ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ശ്രീകാന്തെ, എന്താ ഡോക്ടർ പറഞ്ഞു വയ്ക്കുമ്പോൾ അതെന്താ നിനക്ക് കുറച്ചപ്പോൾ ഫുഡ് പോയ്സണാ ശ്രീകാന്തെ, വേറെ കുഴപ്പമൊന്നുമില്ല, അപ്പം മരുന്നില്ലേ, ആ മരുന്ന് 2 ഗുളിക മാത്രമേ ഉള്ളൂ ശ്രീകാന്ത്, ഇനി വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി എന്നാ പറഞ്ഞത് പറയാം. എന്നാൽ ശരി വാ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ശ്രീകാന്തും വർഷയും കൂടി ഡോക്ടറുടെ അടുത്ത് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് രേവതി സച്ചിയും കൂടിയിട്ട് ഇങ്ങനെ രേവതി പൂ കെട്ടണ സമയത്ത് സച്ചി വന്നിട്ട് രേവതിനെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കാൻ. അപ്പോൾ സച്ചിയേട്ടാ ആ കുട്ടികളി കൂടേണ്ടത് ഇതിപ്പോൾ ഇത്തിരി ശീലമായിക്കണോ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വാ, നിനക്ക് സച്ചിയേട്ടനുള്ള ഞാൻ അപ്പം തരാമെന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിയുടെ പുറകെ ഓടുകയാണ് സച്ചീനെ അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓടിയ ഒരു മോളിൽ നിന്ന് താഴത്തേക്ക് എത്തി ഹാളിലെത്തണ സമയത്ത് പെട്ടെന്ന് ചന്ദ്രമതി കയറി വരികയാണ്. അപ്പോൾ പറയണം,
തുടങ്ങി വീട്ടിലാരും ഇല്ലെന്ന് വിചാരിച്ചിട്ട് നിങ്ങളെന്താ പ്രേമസല്ലാപ്പോ എന്നൊക്കെ അല്ല അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് ഉരുളാണ് രേവതി. അപ്പോൾ രവിയേട്ടൻ എവിടെ? ഇല്ല, അച്ഛൻ അശോകൻ അങ്കിളിൻ്റെ വീട്ടിൽ പോയി. വർഷ ശ്രീകാന്ത് എവിടെ? അവർ ഡോക്ടറെ അടുത്തേക്ക് പോയിക്കുക, വർഷയ്ക്ക് വയ്യാതെ ഡോക്ടറെ അടുത്തേക്ക് പോയിക്കാണ്. അത് ശരി. അപ്പം വെറുതെ അല്ല നീ ഓട്ടൊന്നും പോവാതെ നീ ഇവിടെ കിടന്ന് കറങ്ങണേലേ, വെറുതെ അല്ല നീ ഇവിടെ മണത്ത് നിൽക്കണത് എന്നൊക്കെ പറഞ്ഞാൽ നാണല്ലേ, ഇത്രയും പ്രായമായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി അവരെ കളിയാക്കണം. അപ്പോൾ ചേച്ചി രേവതി എന്ന് പറഞ്ഞിട്ട് രേവതിനെയും കൂട്ടിയിട്ട് വലിച്ചിട്ട് അകത്തേക്ക് പോകണം. ഇത് കാണുമ്പോൾ ചന്ദ്രമതി പറയണേ, എന്താ രണ്ടെണ്ണത്തിൻ്റെ കൂടി പ്രേമം ശരിയാക്കി തരാം ഞാൻ. ശ്രുതിനെയും ബന്ധം ഏർപ്പെടുത്തി അടുത്തത് നിനക്ക് ഞാനൊരു ചരട് കെട്ടുന്നുണ്ട് സച്ചി, അതോടുകൂടി നിനക്ക് രേവതിയെ വെറുപ്പാവും, അതിനുള്ള പണി ഞാൻ ഒപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ് ചന്ദ്രമതി. അതിനുള്ള പണി ഞാൻ നിനക്ക് തരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അടുത്തത് സച്ചിനും രേവതിയും കൂടി വേർപിരിക്കാനുള്ള തന്ത്രം ആലോചിക്കുകയാണ്. അപ്പോൾ ഇവർ സച്ചിയും രേവതിയും കൂടിയിട്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ രേവതി ഇങ്ങനെ ഹാളിൽ ഇന്ന് പണിയുന്ന സമയത്ത് വർഷയും ശ്രീകാന്തും കൂടി കയറി വരാണ്. അപ്പോൾ വർഷ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ദേഷ്യം വന്ന പോലെ അകത്തേക്ക് കയറി വരണം. അപ്പോൾ രേവതി ചോദിക്കുക, എന്താ വർഷേ, എന്താ ഡോക്ടർ പറഞ്ഞത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്താ പറഞ്ഞു ചോദിക്കുമ്പോൾ ഫുഡ് പോയ്സൺ ആണ്. എന്തിൻ്റെയാണെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ ഫുഡ് പോയ്സൺ തന്നെയാണ് ചേച്ചി എന്ന് പറയണം. അപ്പോൾ ശ്രീകാന്തിനോട് ചോദിക്കും രേവതി, ഡോക്ടറെ കണ്ടില്ലേ, എന്തൊക്കെയാണ് പറഞ്ഞത് ശ്രീകാന്ത് ചോദിച്ചപ്പോൾ ഫുഡ് പോയ്സൺ തന്നെയാണ് ഡോക്ടർ പറഞ്ഞത് എന്നാ വർഷ പറഞ്ഞത് പറയും. ഇതെന്താ വർഷയ്ക്ക് എന്ത് പറ്റി, വർഷയുടെ മുഖത്താകെ ഒരു ടെൻഷൻ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയണ രേവതി. അപ്പോൾ ഒന്നുമില്ല ചേച്ചി, അതെനിക്ക് വയ്യാത്തതിൻ്റെ ആവും, പിന്നെ ഈ ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ ടെൻഷനായി ഉണ്ടാവും, അതിൻ്റെ ആവും, ഞാൻ പോട്ടെ, ഞാൻ അകത്ത് പോയിട്ടൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വർഷ അകത്തേക്ക് പോകണം. പെട്ടെന്ന് ഇവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാനുള്ള ഭാവത്തിലാണ് വർഷ അകത്തേക്ക് പോകുന്നത്. അപ്പോൾ വർഷ പോണത് കാണുമ്പോൾ രേവതി ചോദിക്കും ശ്രീകാന്തിനോട്, എന്താടാ പറ്റിയേ, ഇവളിങ്ങനെയൊന്നല്ലല്ലോ, ഇപ്പം എന്താ അവൾക്ക് പറ്റിയേ, എന്തോ കാര്യമായിട്ടുള്ള മനസ്സിൽ ടെൻഷൻ തട്ടിയിട്ടുണ്ടല്ലോ. പറയുമ്പോൾ എനിക്കറിയില്ല ചേച്ചി, ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് വർഷം എങ്ങനെയാ, എന്താ കാര്യം എന്ന് എനിക്കറിയില്ല എന്ന് പറയാണ് ശ്രീകാന്ത്. ഞാൻ എന്തായാലും ഒന്ന് പോയി നോട്ടെ, ശരി നീ പോയിട്ടൊന്ന് അവളെ ഒന്ന് സമാധാനിപ്പിക്കുക, എന്താ കാര്യം എന്നൊന്ന് അറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ശ്രീകാന്തിനെ വർഷയുടെ അടുത്തേക്ക് വിടാണ്. അങ്ങനെ ഇവർ അകത്തേക്ക് കയറിപ്പോയ സമയത്ത് രേവതി ഇങ്ങനെ ആലോചിക്കുകയാണ്, വർഷയ്ക്ക് എന്താ പറ്റിയേ, വർഷം ഇങ്ങനെയല്ലല്ലോ എന്നിങ്ങനെ രേവതി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചെമ്പനീർപ്പൂവിൻ്റെ എപ്പിസോഡ് ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ വർഷ ഗർഭിണിയായെന്നുള്ള സത്യം വീട്ടുകാരിൽ നിന്നൊക്കെ മറച്ചു വയ്ക്കുക, സ്വന്തം ഭർത്താവിൽ നിന്ന് പോലും വർഷം മറച്ചു വെക്കുകയാണ്. എന്താ വർഷയുടെ ഉദ്ദേശം നമുക്ക് അറിയാം, കാരണം വർഷം പേടിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.